രോഗശാന്തിക്ക് വേണ്ടി തന്നെയല്ല പ്രാണി ഹീലിങ്ങും റേക്കി ഹീലിങ്ങും ഉപയോഗിക്കുന്നത്. അത് ആത്മീയമായ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അത് രണ്ട് കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഈ പ്രാണി ഹീലിങ് നടക്കുന്നത് ഹീൽ ചെയ്യുന്നയാളുടെ മനസ്സിലൂടെയാണ്. ഹീലിംഗ് ചെയ്യുന്ന വ്യക്തി മനസ്സിൻ്റെ അതിശക്തമായ കോൺസെൻട്രേഷൻ, അതിലൂടെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ശരീരത്തിൻ്റെ ഉള്ളിലും പുറത്തുമുള്ള മാറ്റങ്ങൾ സാധ്യമാണ്. മാനസിക ശക്തി എന്ന് പറയുന്നത് ഒരു ദ്രവ്യമാണ്, അതിസൂക്ഷ്മമായ ദ്രവ്യമാണ്. ഊർജവും ദ്രവ്യവും തമ്മിൽ വലിയ അന്തരമില്ലാത്തൊരു തലം. ഇത് വേർതിരിയുന്നത് വളരെ സൂക്ഷ്മതയിലാണ്. ആ വളരെ താഴെയുള്ള ആ നിലയിൽ ദ്രവ്യങ്ങളൊന്നും ദൃശ്യമല്ല, നമ്മളുടെ ചിന്തകൾ ദൃശ്യമല്ല എന്നതുപോലെ തന്നെ അവിടെ വെച്ചാണ്, ആ ഒരു തലത്തിലാണ് നമ്മളുടെ ചിന്താശക്തി ദ്രവ്യ രൂപത്തിലേക്കൊരു ചേഞ്ച് വരുന്നത്. ഈ ചേഞ്ചാണ് നമ്മൾ ഹീലിങ്ങിന് ഉപയോഗിക്കുന്നത്. കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ദ്രവ്യത്തിൻ്റെ ഒരവസ്ഥയാണത്. അത് ദ്രവ്യാവസ്ഥ സ്ഥൂലമാകുന്നതനുസരിച്ചാണ് അതിന് ഭൗതിക നിയമങ്ങൾ ബാധകമാകുന്നത്. നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന സർവ്വ ദ്രവ്യത്തിനും ഭൗതിക നിയമങ്ങൾ ഉണ്ട്. ആ നിയമങ്ങൾക്കുള്ളിലാണ് എല്ലാ ദ്രവ്യങ്ങളും നിലകൊള്ളുന്നത്. ചിന്ത ആ ഒരു പരിധി വിട്ടതാണ്. ചിന്തയ്ക്ക് നിയമങ്ങളില്ല. ഒരാളുടെ ചിന്തയ്ക്ക് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. അത് അതിസൂക്ഷ്മമാണെന്നുള്ളതാണ് കാരണം. അത് ദ്രവ്യമായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഏറ്റവും സൂക്ഷ്മമായ ഒരു തലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദ്രവ്യത്തിന് വന്ന് അവിടെ ശരിയായ നിയമങ്ങളില്ല. ദ്രവ്യ നിയമങ്ങൾ രണ്ടും മാറി മാറി വരുന്ന ഒരവസ്ഥയുണ്ട്. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഘടനയാണ്. ഈ ഘടന നമ്മൾ ചിന്ത എന്ന ആ ഒരു തലത്തിലുള്ളതാണ്. ചിന്ത അതിശക്തമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുള്ള ആൾ നല്ല ഹീലറായിരിക്കും. ഒരു 3 മിനിറ്റ് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് നന്നായിട്ട് ഹീൽ ചെയ്യാൻ പറ്റും. റേക്കി ഹീലിങ്ങും പ്രാണി ഹീലിങ്ങും ചെയ്യാൻ പറ്റും. നമ്മൾ കൈകൊണ്ട് ചില കാര്യങ്ങൾ കാണിക്കുമ്പോഴും ഉള്ളിലൂടെ മനസ്സിലൂടെയാണ് ആ ശക്തി രോഗിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് നാം അറിയും. അതിന് കളറുകൾ ഉപയോഗിക്കാറുണ്ട്, വെറും സങ്കല്പ രൂപങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ഒരു രൂപമില്ലാത്ത ശക്തി അതേപടി ഉപയോഗിക്കാറുണ്ട്. ഇതേ തലത്തിലുള്ള ശക്തിയാണ് മനുഷ്യ ശരീരത്തിൽ നമ്മൾ പറയുന്ന ഈ ചക്രങ്ങൾ. ഈ അതിസൂക്ഷ്മതലത്തിലുള്ള ചക്രങ്ങൾ, മർമ്മങ്ങൾ, ഊർജ മർമ്മങ്ങൾ, ചിന്താശക്തിയാകുന്ന ചിന്തയോളം തന്നെ സൂക്ഷ്മമായ ത്തിൻ്റെ ഓരോ മർമ്മങ്ങളാണ് 7 ചക്രാസ് മനുഷ്യ ശരീരത്തിൽ പ്രധാനമായിട്ടുള്ളത്. ബാക്കി മൈനർ ചക്രാസ് അധികമുണ്ട്, ഏറെ. ഈ 7 ചക്രങ്ങളെ ആശ്രയിച്ചാണ് പ്രധാനമായിട്ടും ഒരു ശരീരത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഓരോ ചക്രത്തിൻ്റെയും കീഴിൽ കുറേ അവയവങ്ങളുണ്ടാവും, അകത്തും പുറത്തുമായിട്ട്. പ്രധാനമായിട്ട് അകത്തെ അവയവങ്ങൾ, ശരീരത്തിനകത്തുള്ള അവയവങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കും, പുറത്തും പ്രവർത്തിക്കും. ആ അവയവങ്ങളുടെ പ്രവർത്തനത്തിൽ വരുന്ന മാന്യത, പ്രവർത്തനം ഇല്ലായ്ക, ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനം നടക്കാതെ വരും. അതായത് ഈ ഊർജ്ജതലത്തിൽ വരുന്ന മാറ്റം ശരീരാവയവങ്ങളുടെ പ്രവർത്തനം കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത്.
കരൾ രോഗം ഉണ്ടാകുന്നത്, രക്തദൂഷ്യം ഉണ്ടാകുന്നത്, സന്ധികളിൽ വേദന അനുഭവപ്പെടുന്നത്, കിഡ്നി പ്രോബ്ലംസ് വരാവുന്നത്, വളരെ ഉപരിപ്ലവമായ രീതിയിൽ പറഞ്ഞാൽ വിശപ്പ് പോലും നിയന്ത്രിക്കുന്നത് ഈ സൂക്ഷ്മതലത്തിലുള്ള ജൈവോർജ്ജമാണ്. എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടിത്, സസ്യങ്ങൾ ഉൾപ്പെടെ. ഈ പ്രവർത്തനം ഭൂമിയുടെ ചലനവും മറ്റും കൊണ്ടൊരു പ്രത്യേക താളാത്മകമായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അത് ചിലരിലത് തെറ്റുപറ്റും. അത് ഏറ്റവും കൂടുതൽ ആ പ്രപഞ്ചം മനുഷ്യൻ ഈ ജീവജാലങ്ങളിലേക്ക് ഈ പ്രപഞ്ച ഊർജം, ജൈവോർജം കടത്തിവിടുന്ന പ്രഭാതത്തിലാണ്. വെളുപ്പിന് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിനൊക്കെ വളരെ മുമ്പ് തുടങ്ങും ഇത് രാവിലെ 7 മണിയോടുകൂടി കുറേ പിന്നെ കുറവാണ്. ഉച്ചവരെ അത് കുറച്ചുകൂടി നിൽക്കും. ഉച്ച കഴിയുമ്പോൾ അല്പാൽപ്പം കുറഞ്ഞു വരുന്നുമുണ്ട്. രാത്രിയിലെ ജൈവോർജത്തിൻ്റെ പ്രവർത്തനം ഒരല്പം കുറവാണ്. എന്നാൽ അവ ബാക്കി രാവിലെയും മറ്റും സംഭരിച്ചത് നമ്മളുടെ ശരീരത്തിൽ ധാരാളം ഉണ്ടാവും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് രാത്രിയിൽ ഉപയോഗിക്കാം. അങ്ങനെ ആ രോഗശാന്തിക്ക് നമ്മൾ ചെയ്യുന്നത് ഈ സൂക്ഷ്മമായ ദ്രവ്യം തന്നെ ഉപയോഗിച്ച്, അതായത് നമ്മളുടെ ചിന്ത അതുപയോഗിച്ച് പ്രവർത്തനക്ഷമത ആക്കുക. അന്തരാവയവങ്ങൾ ഡയബറ്റീസ് വരുമ്പോൾ നമ്മൾ പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കും. ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഊർജ്ജസ്വലമാക്കാൻ ശ്രമിക്കും, വൈബ്രേറ്റ് ചെയ്യിക്കും. അതിൻ്റെയൊക്കെ ഫ്രീക്വൻസി വളരെയധികമായതുകൊണ്ട് മനുഷ്യന് തിരിച്ചറിയത്തില്ല, ബോധതലത്തിൽ കിട്ടുകയില്ല ആ വൈബ്രേഷൻ. അങ്ങനെയുള്ള ആ വൈബ്രേഷൻ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന കുറേ കളറുകൾ ഉപയോഗിക്കും. അത് നമ്മൾ ഭാവനയിൽ കളറുകൾ സൃഷ്ടിച്ച് അത് ചിന്ത എന്ന ഊർജ്ജത്തിലൂടെ, കോൺസെൻട്രേഷൻ എന്ന ഊർജ്ജത്തിലൂടെ നമ്മൾ അവയവങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബോഡിയിൽ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യും. അന്തരാവയവങ്ങളുടെ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് ഒരു ഹീലർക്ക് അറിയാം, എവിടെയാണ്, എങ്ങനെയിരിക്കുമെന്ന്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു അറിയാം. അവിടേക്കാണ് ഊർജം നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ പുറമേ നമ്മളത് ചക്രാസ് പരിഗണിക്കും. അപ്പോൾ ആ ചക്രയുടെ കീഴിലുള്ള ആ അവയവങ്ങളിലെല്ലാം ചെല്ലും. ഈ ചക്രയിൽ കൊണ്ട് മാത്രം ചെയ്യാം, അതോടൊപ്പം അവയവങ്ങളിലേക്ക് അപ്ലൈ ചെയ്യും. ഇതൊന്നും തൊടാതെ ചെയ്യാം. രോഗിയെ തൊടാതെ നമുക്കിത് ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റും. ഇത് ഒരു പോയിൻറ്റിൽ ഏകദേശം 3 മിനിറ്റ് ചെയ്യാറുണ്ട്. റേക്കിയിൽ, പ്രാണിക് ഹീലിങ്ങിൽ അത്രയും വേണ്ട. കുറച്ചുകൂടെ സൂക്ഷ്മത കൂടിയ എനർജി അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന കാരണം, എനർജി എന്ന് പറയുന്നത് ജൈവശക്തി, ജൈവോർജം, അത് അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് കിട്ടും. ഫ്രീക്വൻസി കൂടുതലാണ്. അതുകൊണ്ട് കുറച്ചുകൂടി സ്പീഡിൽ അത് നമ്മൾ ഉദ്ദേശിച്ച ആ സ്ഥലത്തെത്തും. ചിന്തയിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വിടുന്ന ആ ഊർജം. അങ്ങനെ ആ രോഗം ക്രമേണ അങ്ങ് സുഖപ്പെടും. മരുന്നല്ല അവിടെ പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ട് ഈ റേക്കി കൊണ്ടും പ്രാണിക് ഹീലിംഗ് കൊണ്ടും മിക്കവാറും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താമെങ്കിലും നല്ല ഹീലറാണെന്നുള്ളൊരു തെളിവില്ലാത്ത സ്ഥിതിക്ക് ഒരു ഹീലറെ വിശ്വസിച്ച് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ആശുപത്രിയിൽ പോകാതിരിക്കരുത്. കാരണം ഹീലർ എത്രമാത്രം കപ്പാസിറ്റി ഉള്ള ആളാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതാണ് കാരണം. നല്ല ഹീലർക്ക് ചെയ്യാൻ പറ്റും, ഏത് പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇത് പറ്റുമെന്നും വാചം അടിച്ചുകൊണ്ട് കാര്യമില്ല. പറ്റിയല്ലേ പറ്റിയെന്ന് അറിയാൻ പറ്റൂ. അത് പ്രയോജനപ്പെട്ടെങ്കിലേ അറിയാൻ പറ്റൂ.
ഹാർട്ട് അറ്റാക്കായിട്ട് വരുന്ന രോഗിയെ ഞാൻ ഏറ്റുമെന്ന് പറഞ്ഞ് കയറിയേക്കുന്നതും അപകടമാണ്. നിയമതടസ്സമുണ്ട്. മരുന്നൊന്നും ഉപയോഗിക്കാത്ത ചികിത്സ ചെയ്ത് എല്ലാ രോഗവും ഭേദപ്പെടുത്തോളാമെന്ന് വാക്കുകൊടുക്കുന്നത് തെറ്റാണ്, നിയമപരമായിട്ട് തെറ്റാണ്, മനസാക്ഷിക്കും ചോദിച്ചതല്ല. ഇത് രോഗിയെ ഹോസ്പിറ്റലിൽ തന്നെ വിടണം. എല്ലാം ഏറ്റവും പറഞ്ഞൊരു പ്രാണി ഹീലർ ഒരു രോഗത്തെ ചികിത്സിക്കാൻ ഡോക്ടർ എടുക്കുകയില്ല. ഞങ്ങൾ പരമാവധി ശ്രമിക്കാമെന്നാണ് ഒരു വലിയ ഹോസ്പിറ്റലിലെ വലിയ ഡോക്ടർ പോലും പറയുന്നത്. ഡോക്ടർമാരെല്ലാം അങ്ങനെയാണ്, 100% ശരിയാക്കിക്കോളാമെന്ന് പറയില്ല. പിന്നെ എന്തിനാ ഒരു പ്രാണി ഹീലർ അല്ലെങ്കിൽ ഒരു റേക്കി ഹീലർ എല്ലാം ഞാൻ ഏറ്റു എന്ന് പറയുന്നത് അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. നിയമത്തിൻ്റെ മുമ്പിൽ ഇന്നും പ്രാണി ഹീലിങ്ങും റേക്കി ഹീലിങ്ങും ഒരു അംഗീകൃത ചികിത്സയല്ല. അത് ഓർത്തു വേണം ഓരോ ഹീലറും പെരുമാറാൻ. ഏത് രോഗവും ശരിയാക്കിക്കൊള്ളാം എന്ന് വാഗ്ദാനം ചെയ്ത് ഏറ്റെടുത്ത് അത് ചെയ്യാൻ പാടില്ല. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾക്ക് മനസ്സാക്ഷി ഉണ്ടാവണം. ഏറ്റവും കൂടുതൽ മനസ്സാക്ഷി ഉണ്ടാവണം. നമ്മെ സമീപിക്കുന്ന ഒരാളിന് ഒരു വഴിക്ക് ഒരു ദോഷവും ഉണ്ടാവരുത് എന്ന് ചിന്തിക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഒരാൾ നമ്മളൊരു വലിയ ഹോസ്പിറ്റലിലാക്കണം എന്ന് പറയുന്നത് മനസാക്ഷിക്ക് അനുകൂലമായ രീതിയിലായിരിക്കും. അങ്ങനെ പറയേണ്ടടുത്ത് പറയുക തന്നെ ചെയ്യണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി ഏൽക്കരുത് ഒരു ഹീലറും. അങ്ങനെ ചില സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ പറയുന്നത്. ഒരു ക്യാൻസർ രോഗി 4ാമത്തെ ഘട്ടത്തിൽ ഒരു നല്ല ഹീലർ ഏറ്റെടുത്തു. ഇത് ഞാൻ ശരിയാക്കിത്തരാം, നിങ്ങളൊരു 3 മാസം ഇത് തുടർച്ചയായിട്ട് ചെയ്യണം, ഞാൻ പറയുന്നത് പോലെ കാര്യം അനുഷ്ഠിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞെടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രോഗി മരിച്ചുപോയി. അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഹീലേഴ്സ് കുറേ ഉണ്ട് കേരളത്തിൽ. മലയാളികളിൽ ഇപ്പം തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അധികമില്ലെങ്കിലും കുറേശ്ശായിട്ടെങ്കിലും സൈഡ് വർക്കുന്ന പോലെ ചെയ്യുന്നവരുമായി 500 പേരിൽ കുറയാതുണ്ട്. എനിക്കറിയാവുന്ന ഇത്രയുണ്ട്. അതുകൊണ്ടാണിത് പറഞ്ഞത്. ചെയ്യേണ്ടത് ചെയ്യണം. ആവശ്യമില്ലാത്ത ചുമതല ഉത്തരവാദിത്വം ഏറ്റെടുക്കരുത്. രോഗിയും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹാർട്ടിന് പ്രോബ്ലമാണെന്നും പറഞ്ഞ ഉടനെ ഹീലറെ കാണുന്നവരിപ്പോഴും ഉണ്ട്. ഇപ്പോഴും അതിന് തയ്യാറുള്ളവരുണ്ട്. ആ തോന്നലുണ്ടാവില്ല. അതുപോലെ ഗൗരവമുള്ള പല അസുഖങ്ങളും കാണും. ഹീലർമാരെല്ലാം ഒരുപോലെയല്ല. തന്നെയല്ല, എല്ലാ ഹീലർമാരും എല്ലാ സമയവും ഒരുപോലെയല്ല. ചില സാഹചര്യങ്ങളിൽ അതിൽ നിന്ന് ശക്തി നന്നായിട്ട് പുറത്തു വരും. ചിലപ്പോൾ അതുണ്ടാവില്ല. അത്ര തന്നെ. തുടർച്ചയായ ചില പ്രശ്നങ്ങൾ, പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത വല്ല രോഗമാണെങ്കിൽ അതൊന്ന് സഹായിച്ചുകൊണ്ട് കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. രോഗി സുഖപ്പെടും. അത് സാധ്യമാകുമെങ്കിൽ മാത്രം ഏറ്റെടുക്കണം. ഹീലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ 2 ഹീലിങ്ങും ഇന്ന് ഇന്ത്യയിൽ തന്നെയല്ല, ലോകമെല്ലായിടത്തും ഇത് നിലവിലുണ്ട്. പേരല്പം മാറിയും കൂടെ ഉണ്ട്. ഇന്ത്യയിൽ ടിബറ്റിലുമൊക്കെ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഹീലിങ്, പ്രാണി ഹീലിങ്, റേക്കി ഹീലിങ് പേരതല്ല. പക്ഷേ ഇത് തന്നെയാണ് അതിൻ്റെ മെത്തേഡ്. ഇത് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അവർക്കത് അറിയുകയും ചെയ്യാം. ഇവിടെ ഊർജ്ജ ചികിത്സ എന്നൊക്കെ പറയുന്നുണ്ട്, എനർജി ഹീലിങ്. ഇതേ തിയറി തന്നെ ഫിലിപ്പൈൻസിൽ ഉള്ള ഒരാൾ സ്വീകരിച്ചിട്ട് പഠിച്ചിട്ട് അദ്ദേഹം ആധുനികമായ രീതിയിൽ ഇത് പുനരാവിഷ്കരിച്ചു. ആർക്കിത് ചെയ്യാം എന്നുള്ള മട്ടിൽ
എന്നാൽ ഇത് മുൻകാലങ്ങളിൽ ഇന്ത്യയിൽ ടിബറ്റിൽ ഒക്കെ ഇത് യോഗികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. യോഗികൾ അവർക്ക് ഈ ധ്യാനത്തിലൂടെയും മറ്റും കിട്ടിയ ജൈവശക്തി, അതിശക്തമായ ജൈവ ഊർജപ്രവാഹം അവരിലൂടെ ഉണ്ടാകുമായിരുന്നു. അവരാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഇത് തന്നെ സ്വീകരിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് അതൊന്ന് ആധുനിക രൂപത്തിലാക്കി ഇപ്പോഴത്തെ മനുഷ്യന് പറ്റുന്ന രീതിയിലാക്കിയെടുത്ത് ഫിലിപ്പൈൻസിലൊരാളാണ്. ഫിലിപ്പൈൻസുകാരാണ്. അതിൽ ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരും ഒരാളുടെ കീഴിൽ അനേക തലമുറകളായിട്ടിത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് ഫിലിപ്പൈൻസിൽ. റെയ്ക്കി ഇതേപോലെ തന്നെ ഇവിടെയുള്ളത് തന്നെയായതും ഇന്ത്യയിലും തന്നെയുള്ളതാണ്. ഇത് ജപ്പാനിലൊരാളാണ് ഇത് രൂപപ്പെടുത്തിയെടുത്തത്. അതും ഇതുപോലെ പേരൊക്കെ ഒന്നിട്ട് ഒരു ചേഞ്ചൊക്കെ വരുത്തി മൊത്തത്തിൽ നിന്ന് രൂപപ്പെടുത്തി സിമ്പിളുകളൊക്കെ നമ്മളുടെ ഈ നമ്മൾക്കിവിടെ മന്ത്രങ്ങളൊക്കെ പറയുമ്പോൾ ഓം ഹ്രീം ശ്രീം ക്ലീം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലുള്ള ഊർജ സ്രോതസ്സുകളായ ശബ്ദങ്ങൾ, അക്ഷരങ്ങൾ അതൊക്കെ ചേർത്ത് ആണ് ഈ റേക്കി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ആ ജപ്പാനിലാണ് ഇങ്ങനെ ആധുനിക രീതിയിലതാക്കിയെടുത്തത്. അതാണ് ലോകം. അമേരിക്കയിലേക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്, ജർമ്മനിയിലുണ്ട്, ഫ്രാൻസിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്. അങ്ങനെ മിക്കവാറും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പണത്തിന് വേണ്ടി ഇത് ചെയ്തു കൊടുക്കുന്നവരുണ്ട്, എന്നാൽ സേവനമായിട്ട് ചെയ്യുന്നവരുണ്ട്. എന്തെങ്കിലും ജോലിയുള്ളവർ അതോടൊപ്പം ഇത് ഒരു സഹായം എന്ന മട്ടിൽ സഹപ്രവർത്തകർക്ക് വേണ്ടിയും വീട്ടിൽ ഉള്ളവർക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്, കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുമൊക്കെ. ഇത് ഫലപ്രദം ആണ് തന്നെ. ശരിക്കിത് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ ചെയ്യുന്ന ഒരാളിന് നന്നായിട്ട് ചെയ്യാൻ പറ്റും, ഫലപ്രദവുമാണ്. ഇത് അന്യ ആൾക്കാരിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പം അവനവനിൽ പ്രവർത്തിപ്പിക്കാം. അവനവൻ്റെ തന്നെ രോഗശാന്തിക്ക്, മാനസിക നിലയിലുള്ള മാറ്റത്തിന്, മാനസിക നന്മയ്ക്ക് ഇതിനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് തന്നെ നമ്മെ ഹീൽ ചെയ്യാം, നമ്മുടെ അന്തരാവയവങ്ങളെ ഹീൽ ചെയ്യാം. നമ്മളുടെ ശരീരത്തിന് പുറത്തുള്ള എല്ലാ അവയവങ്ങൾക്കും ഭാഗങ്ങളിലും ഉള്ള പ്രവർത്തനം മെച്ചപ്പെടുത്താൻ പറ്റും. ആ പ്രവർത്തനം മെച്ചമാകുമ്പോൾ രോഗം പുറന്തള്ളും. ഈ രോഗമെന്ന് പറയുന്നത് ഒരു മാറ്റം ശരീരത്തിൽ വരുന്നതാണ്. അതാണ് ഈ പ്രവർത്തനത്തിൽ വരുന്ന മാറ്റമാണ് രോഗങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. രോഗാണുക്കൾ പുറത്തു നിന്നുള്ളതാകാം, അത് അപൂർവമാണ് ഉണ്ടാകുന്നത്. അത് 90% രോഗങ്ങൾ, 90 അല്ല അതിലധികം രോഗങ്ങളും ശരീരത്തിനുള്ളിലുള്ള പ്രവർത്തന മാറ്റമാണ് പ്രധാന കാരണം. ഇത് ഞങ്ങളുടെ പ്രാണി ഹീലിങ്ങിൻ്റെയും റേക്കി ഹീലിങ്ങിൻ്റെയും ധാരണ, ഞങ്ങളുടെ അറിവ് ആണിത് പറയുന്നത്. മോഡേൺ ഡോക്ടറുടെ ഒരു തിയറി അല്ല ഈ പറഞ്ഞത്, അതവർക്കേ അറിയാവുള്ളൂ. മോഡേൺ ഡോക്ടറുടെ നിയമങ്ങൾ കൂടുതലായിട്ട് അനാറ്റമി പ്രാണി ഹീലറും കുറേ പഠിക്കുന്നുണ്ട്. ശരീര അവയവങ്ങളുടെ പ്രവർത്തനവും അതിൻ്റെ സ്ഥാനവും അതിൻ്റെ രൂപവും ഒക്കെ പഠിക്കുന്നുണ്ട്. അത് അനൗദ്യോഗികമായ രീതിയിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ അംഗീകരിച്ചിട്ടില്ല, ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കത് ഒരു ഏറ്റവും നല്ല ചികിത്സയാണെന്ന് ഒന്നും പബ്ലിഷ് ചെയ്യാൻ പോലും പറ്റുകയില്ല. നിയമതടസ്സം ഉണ്ടാകുന്ന രീതിയിൽ പാടില്ലല്ലോ ഇന്ത്യയിൽ. പുറത്ത് ടിബറ്റിലുമൊക്കെ ഇങ്ങനെയും ഉള്ള ചികിത്സയുണ്ട് ഇപ്പോഴും, ഔദ്യോഗികമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ചൈനയിലുണ്ട്. ചൈനയിൽ ഇത്തരം ചികിത്സകൾ ധാരാളമുണ്ട്. അവർക്ക് സർക്കാരിനും അനുവാദമുണ്ട് അവിടെ ചെയ്യാൻ. ഇതിവിടെ ചെയ്യുന്നതിൽ സർക്കാരിന് തടസ്സമൊന്നുമില്ല. ആവശ്യമില്ലാതെ വാഗ്ദാനങ്ങൾ കൊടുത്ത് മനുഷ്യനെ കൊള്ളയടിക്കുന്ന രീതി സർക്കാർ അനുവദിക്കുകയില്ല. അതാണ് ഇവിടുത്തെ ഒരു രീതി. അതായിരിക്കും ചെയ്യണമല്ലോ. പ്രാണി ഹീലിങ്ങിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം 3 ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. ഇത് 4ാമത്തേതാണ്. ഓക്കെ.